بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസകളിലെ അർദ്ധവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള മോഡൽ ചോദ്യപേപ്പറുകൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോയിൽ നമ്മൾ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ഒന്നാമത്തെ ആക്ടിവിറ്റി നുക്കമ്മിലു ബിൽ അംറിൽ ഹാദിറിൽ മുനാസിബി, യോജിച്ച അംറ് ഹാദിർ കൊണ്ട് പൂരിപ്പിച്ചു കൊടുക്കാനാണ്. ഒന്നാമത്തെ ചോദ്യം ബാഅ യബീഉ, അതിൻ്റെ അംറ് ഹാദിർ എന്താണ്? ബിഅ. ബാഅ യബീഉ ബിഅ. 2 ഖലാ യഖ്ലി, അതിൻ്റെ അംറ് ഹാദിർ ഇഖ്ലി എന്നാണ്. ഖലാ യഖ്ലി ഇഖ്ലി. മൂന്നാമത്തേത് നാമ യനാമു, നാമ യനാമു എന്നുള്ളതിൻ്റെ അംറ് ഹാദിർ നം എന്നാണ്. നം നാമ യനാമു നം. നാലാമത്തേത് വലാ യലി, അതിൻ്റെ അംറ് ഹാദിർ ലി എന്നാണ്. വലാ യലി ലി. അഞ്ചാമത്തേത് നഹ യൻഹ, അതിൻ്റെ അംറ് ഹാദിർ ഇൻഹ. നഹ യൻഹ ഇൻഹ. ആറാമത്തേത് റമാ യർമി, അതിൻ്റെ അംറ് ഹാദിർ എന്താ? ഇർമി എന്നാണ്. റമാ യർമി ഇർമി. ഏഴാമത്തേത് ദഅ യദ്ഉ, അതിൻ്റെ അംറ് ഹാദിർ ഉദ്ഉ എന്നാണ്. ദഅ യദ്ഉ ഉദ്ഉ. എട്ടാമത്തേത് വഖാ യഖീ, അതിൻ്റെ അംറ് ഹാദിർ ഖി എന്നാണ്. വഖാ യഖീ ഖി. ഒമ്പതാമത്തേത് കതബ യക്തുബു, അതിൻ്റെ അംറ് ഹാദിർ ഉക്തുബ് എന്നാണ്. ഉക്തുബ്. കതബ യക്തുബു ഉക്തുബ്. പത്താമത്തേത് ശരിബ യഷ്റബു, അതിൻ്റെ അംറ് ഹാദിർ ഇഷ്റബ് എന്നാണ്. ശരിബ യഷ്റബു ഇഷ്റബ്. രണ്ടാമത്തെ ആക്ടിവിറ്റി നുസ്വരിഫു, നമുക്ക് സർഫാക്കാം. 4 ഫീലുകളാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ മുഫ്രദ് മുദക്കർ മുഫ്രദും അതേപോലെ അവസാനം ജംഅ മുഅന്നസോടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ മുസന്ന മുദക്കറും ജംഅ മുദക്കറും മുഫ്രദ് മുഅന്നസും മുസന്ന മുഅന്നസൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഒന്നാമത്തെ ഫീല് മുർ എന്നാണ്. അവിടെ അതിൻ്റെ ശേഷമുള്ളത് എന്തൊക്കെ? മുറാ, മുറു, മുരി, മുറാ. അപ്പം എങ്ങനെ വരിക? മുർ, മുറാ, മുറു, മുരി, മുറാ, മുർന. 2 സിർ എന്നവിടെ ഉണ്ട്. അവസാനം സിർന എന്നുണ്ട്. ഇപ്പോൾ ഇടയിൽ ഏതൊക്കെ വരിക? സിറാ, സിറു, സിരി, സിറാ. അപ്പം എങ്ങനെ വരും? സിർ, സിറാ, സിറു, സിരി, സിറാ, സിർന. മൂന്നാമത്തത് ഉൻസുർ എന്നവിടെ ഉണ്ടല്ലോ. അവസാനം ഉൻസുർന എന്നുണ്ട്. ബാക്കി അതൊക്കെ ഉൻസുറാ, ഉൻസുറു, ഉൻസുരി, ഉൻസുറാ. അപ്പം എങ്ങനെ വരിക? ഉൻസുർ, ഉൻസുറാ, ഉൻസുറു, ഉൻസുരി, ഉൻസുറാ, ഉൻസുർന. നാലാമത്തത് ഇഫ്തഹ് എന്നവിടെ ഉണ്ട്. അവസാനം ഇഫ്തഹ്ന എന്നുണ്ട്. ഇടയിൽ അതൊക്കെ വരിക? ഇഫ്തഹ, ഇഫ്തഹു, ഇഫ്തഹി, ഇഫ്തഹ. ഇഫ്തഹ്, ഇഫ്തഹ, ഇഫ്തഹു, ഇഫ്തഹി, ഇഫ്തഹ, ഇഫ്തഹ്ന. മൂന്നാമത്തെ ആക്ടിവിറ്റി നുമയ്യിസു, വേർതിരിക്കാനാണ്. എന്തൊക്കെ വേർതിരിക്കേണ്ടത്? 1 അൽ ജുംലത്തുൽ ഫേലിയ, 2 അൽ ജുംലത്തുൽ ഇസ്മിയ. ഫേലിയായ ജുംലകളും ഇസ്മിയായ ജുംലകളും വേർതിരിച്ച് എഴുതി കൊടുക്കാനാണ്. ബ്രാക്കറ്റിൽ അതൊക്കെ മിക്സറാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അൽ വലദു നായിമുൻ, റ അൽ വലദു സ്വദീഖഹു, ഖതലൽ ഖിത്തു ഫഅറൻ, അൽ മദ്രസതു കബീറത്തുൻ, അൽ മുസ്ഹഫു ഫിസ് സുന്ദൂഖി, ദറസ ബുജൈറുൻ ദുറൂസഹു, അൽ ഇമാമു മുഖ്ലിസുൻ. നമുക്കറിയാം ഫീല് കൊണ്ട് തുടങ്ങുന്ന ജുംലകളൊക്കെ ഫീലിയായ ജുംല, ഇസ്മു കൊണ്ടാണെങ്കിൽ ഇസ്മു കൊണ്ട് തുടങ്ങുന്നതാണെങ്കിൽ ഇസ്മിയായ ജുംല എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. എന്നിട്ട് നോക്കുക, അൽ വലദു നായിമുൻ, കുട്ടി ഉറങ്ങുന്നവനാണ്. അപ്പോൾ അവിടെ അൽ വലദു എന്നുള്ള ഇസ്മാണ് തുടക്കം. അപ്പോൾ അത് ഇസ്മിയായ ജുംലയിൽ എഴുതണം. റ അൽ വലദു സ്വദീഖഹു, കുട്ടി ആൺകുട്ടി അവൻ്റെ കൂട്ടുകാരനെ കണ്ടു. അപ്പോൾ അവിടെ റ എന്നുള്ള ഫീല്, കണ്ടു എന്നാണ്. റ എന്നുള്ളതാണ് ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ അത് ഫീലാണ്. അപ്പോൾ അത് ഫീലിയായ ജുംലയിലാണ് എഴുതേണ്ടത്. ഇനി മൂന്നാമത്തെ ഖതലൽ ഖിത്തു ഫഅറൻ, പൂച്ച എലിയെ കൊന്നു. അങ്ങനെ അർത്ഥം വരിക. അപ്പോൾ ഖതല എന്ന കൊന്നു എന്നുള്ള ഫീലാണ് തുടക്കം. അപ്പോൾ അത് ഫീലിയായ ജുംലയിൽ എഴുതണം. ഇനി അൽ മദ്രസത്തു കബീറത്തുൻ, മദ്രസ വലിയതാകുന്നു. അപ്പോൾ അൽ മദ്രസത്തു എന്ന ഇസ്മാണ് അതിൻ്റെ തുടക്കം. അപ്പോൾ നമുക്ക് അത് ഇസ്മിയായ ജുംലയിലാണ് എഴുതേണ്ടത്.
അതേപോലെ തന്നെ അൽ മുസ്ഹഫ് ഫി സുന്ദൂഖി, മുസ്ഹഫ് പെട്ടിയിലാണ്. അപ്പോൾ മുസ്ഹഫ് എന്നുള്ളത് ഇസ്മാണ്, അത് അപ്പോൾ ഇസ്മിയായ ജുംലയിൽ എഴുതി കൊടുക്കുക. ദറസ ബുജൈറുൻ ദുറൂസഹു, ബുജൈർ അവൻ്റെ പാഠങ്ങൾ പഠിച്ചു. ഇവിടെ ദറസ പഠിച്ചു എന്ന ഫെയിലാണ് തുടക്കം, അപ്പോൾ അത് ഫെയിലിയായ ജുംലയിൽ എഴുതുക. പിന്നെ അവസാനം അൽ ഇമാം മുഖ്ലിസുൻ, ഇമാം അൽ ഇമാമു മുഖ്ലിസുൻ, ഇമാം എന്നുള്ളത് ഇസ്മാണല്ലോ, അപ്പോൾ അത് ഇസ്മിയായ ജുംലയിലാണ് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ അൽ ജുംലത്തുൽ ഫെയിലിയ എന്നുള്ളിടത്ത് ഏതൊക്കെ വരും? റഅൽ വലദു സ്വദീഖഹു, പിന്നെ ഖതലൽ ഖിത്തു ഫഅറൻ, പിന്നെ ദറസ ബുജൈറുൻ ദുറൂസഹു, അതൊക്കെയാണ് വരിക. പിന്നെ രണ്ടാമത്തത് അൽ ജുംലത്തുൽ ഇസ്മിയ എന്നുള്ളിടത്ത് അൽ വലദു നായിമുൻ, പിന്നെ അൽ മദ്രസത്തു കബീറത്തുൻ, പിന്നെ അൽ മുസ്ഹഫു ഫിസ് സുന്ദൂഖി, പിന്നെ അവസാനം അൽ ഇമാമു മുഖ്ലിസുൻ. ഇതൊക്കെ ഇസ്മിയായ ജുംലയിൽ എഴുതി കൊടുക്കുക. നാലാമത്തെ ആക്ടിവിറ്റി നളഉ ഫീലൻ മുനാസിബൻ ഫിൽ ഫറാഗി, ഒഴിഞ്ഞ സ്ഥലത്ത് യോജിക്കുന്ന ഫീലുകളെ കൊണ്ട് പൂരിപ്പിക്കാനാണ്. 4 ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മൾ ഇതങ്ങനത്തെയൊക്കെ യോജിപ്പിക്കുമ്പോൾ ലിസാനായതുകൊണ്ട് ഗ്രാമർ തെറ്റാതെ, അർത്ഥം തെറ്റാതെ ശ്രദ്ധിക്കണം. ഫായിലിനോട് യോജിക്കുന്ന ഫീലുകളാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഫായിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മുദക്കർ മുഅന്നസൊക്കെ ആണെങ്കിൽ അതന്നെ ഫീലിൽ വരണം, മുഫ്രദ് മുസന്ന ജംഅ ഒക്കെ ആണെങ്കിൽ അതേപോലെ തന്നെ വരണം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഡാഷ് അൽ വലദു അൽ ഹയ്യത്ത എന്നാണ്, ആൺകുട്ടി പാമ്പിനെ. ഇനി ജലസ യദ്ഹബു ഖതല എന്നുള്ള ഇവിടെ ഉണ്ട്. ജലസ ഇരുന്നു, യദ്ഹബു പോകുന്നു, പിന്നെ ഖതല കൊന്നു. അപ്പോൾ ഇതിൽ യോജിക്കുക ഖതല എന്നാണ്. ഖതലൽ വലദു അൽ ഹയ്യത്ത, ആൺകുട്ടി പാമ്പിനെ കൊന്നു. രണ്ടാമത്തത് ഡാഷ് നജീബുൻ ഫക്കീറൻ, നജീബ് ഫക്കീറിനെ. ഇനി അവിടെ യോജിക്കുന്ന ഫീൽ ഏതാണ്? നസറ ഉണ്ട്, യജ്ലിസ് ഉണ്ട്, ജാ ഉണ്ട്. നസറ സഹായിച്ചു, യജ്ലിസ് ഇരിക്കുന്നു, ജാ വന്നു. അപ്പോൾ ഏതാ യോജിക്കുക? നസറ എന്ന യോജിപ്പിക്കാണ്ട്. നസറ നജീബുൻ ഫക്കീറൻ, നജീബ് ഫക്കീറിനെ സഹായിച്ചു എന്നർത്ഥം വരും. മൂന്നാമത്തത് ഡാഷ് അൽ ബിന്തു ഇലൽ മദ്രസത്തി, പെൺകുട്ടി മദ്രസയിലേക്ക്. ഇവിടെയുള്ള ഫീലുകൾ ഏതൊക്കെ? ജാഅത്ത് തൽഅബു, ജാഅത്ത് രണ്ടും വന്നു എന്നാണ് അർത്ഥം. തൽഅബു പറഞ്ഞാൽ കളിക്കുന്നു. അപ്പോൾ ഇവിടെ ബിന്ത് എന്ന ഫായിൽ മുഫ്രദ് മുഅന്നസാണ്, അതിനോട് യോജിക്കുന്നത് ഇവിടെ ഏതാണുള്ളത്? ജാഅത്ത് എന്നാണ്. അർത്ഥം കൂടി യോജിക്കുന്നത് ജാഅത്ത് എന്നാണ്. ജാഅത്തിൽ ബിന്തു ഇലൽ മദ്രസത്തി, പെൺകുട്ടി മദ്രസയിലേക്ക് വന്നു. നാലാമത്തത് ഡാഷ് അൽ മർഅത്തു ദാഖിലൽ ബൈത്തി, സ്ത്രീ വീടിൻ്റെ പുറത്ത്. ഇനി അതിനോട് യോജിക്കുന്നത് ഇവിടെ ഏതാണ്? ഖാമ നിന്നു എന്നുണ്ട്, തഖൂമു പിന്നെ അക്കല എന്ന് പറഞ്ഞാൽ തിന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ഗ്രാമറും അതേപോലെ അർത്ഥമൊക്കെ യോജിക്കുന്നത് ഏതാണ്? തഖൂമു എന്നാണ്. തഖൂമുൽ മർഅത്തു ദാഖിലൽ ബൈത്തി. ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി നുത്തിമ്മു, പൂരിപ്പിക്കാനാണ്. 5 ചോദ്യങ്ങളുണ്ട്, അതിൻ്റെ അവസാന ഭാഗം പൂരിപ്പിച്ചു കൊടുക്കാനാണ്. 1 ഇദാ ദുക്കിറൽ ഫായിലു മഅൽ ഫീലി കാനൽ ഫീലു ഡാഷ്, അവിടെ എന്താണ് യോജിപ്പിക്കേണ്ടത്? മഅറൂഫൻ എന്നാണ്. ഇദാ ദുക്കിറൽ ഫായിലു മഅൽ ഫീലി കാനൽ ഫീലു മഅറൂഫൻ. 2 അദാത്തുൻ നഫി ഫിൽ മാളി ഹർഫു മാ ഫി അവ്വലി ഡാഷ്, അവിടെ യോജിപ്പിക്കേണ്ടത് അൽ ഫിഅലി എന്നാണ്. അൽ ഫിഅലി അദാത്തുൻ നഫി ഫിൽ മാളി ഹർഫു മാ ഫി അവ്വലിൽ ഫിഅലി എന്നാ വരിക. 3 ഇദാ ഹുദിഫ മിനൽ ഫിഅലിൽ മാളിൽ മൻഫി ഹർഫു മാ യകൂനുൽ ഫിഅലു ഡാഷ്, അവിടെ എന്താണ് പൂരിപ്പിക്കേണ്ടത്? മുസ്ബത്തൻ എന്നാണ്. മുസ്ബത്തൻ. ഇദാ ഹുദിഫ മിനൽ ഫിഅലിൽ മാളിൽ മൻഫി ഹർഫു മാ യകൂനുൽ ഫിഅലു മുസ്ബത്തൻ. 4 ഇദാ ദഖല ഹർഫു ലാ ഫി അവ്വലിൽ ഫിഅലിൽ മുളാരി യകൂനു ഡാഷ്, അവിടെ നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് മൻഫിയൻ എന്നാണ്. ഇദാ ദഖല ഹർഫു ലാ ഫി അവ്വലിൽ ഫിഅലിൽ മുളാരി യകൂനു മൻഫിയൻ. 5 അൽ ജുംലത്തുല്ലത്തി തുബ്ദഉ ബി ഇസ്മിൻ തുസമ്മ ഡാഷ്, അവിടെ നമ്മൾ ചേർക്കേണ്ടത് ജുംലത്തൻ ഇസ്മിയത്തൻ എന്നാണ്. അൽ ജുംലത്തുല്ലത്തി തുബ്ദഉ ബി ഇസ്മിൻ തുസമ്മ ജുംലത്തൻ ഇസ്മിയ. ഇനി 6ാമത്തെ ആക്ടിവിറ്റി നുതർജിമു, പരിഭാഷപ്പെടുത്താനാണ്. 2 ചോദ്യങ്ങളാണുള്ളത്. 1 അൽ കഅബത്തു അവ്വലു ബൈത്തിൻ ഉളിഅ ലി ഇബാദത്തില്ലാഹ്, അതിൻ്റെ അർത്ഥം ഇതാണ്: അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി സ്ഥാപിതമായ ആദ്യത്തെ ഭവനമാണ് കഅബ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി സ്ഥാപിതമായ ആദ്യത്തെ ഭവനമാണ് കഅബ. 2 അൽ അംറുൽ ഹാളിറു യുകവ്വനു മിനൽ മുളാരിഇൽ ഹാളിരി ബിഹദ്ഫി ഹർഫിൽ മുളാറഅതി വസുകൂനിൽ ആഖിരി. ഇങ്ങനെ അത് പരിഭാഷപ്പെടുത്താം: അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്തും
മുലാറയത്തിൻ്റെ അക്ഷരത്തിനെ കളയൽ കൊണ്ടുമാണ് മുലാരി ഹാലിറിൽ നിന്ന് അമ്രു ഹാലിർ ഉണ്ടാക്കുന്നത്. ഒന്നും കൂടി പറയാം. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്തും മുലാറയത്തിൻ്റെ അക്ഷരത്തിനെ കളയൽ കൊണ്ടുമാണ് മുലാരി ഹാലിറിൽ നിന്ന് അമ്രു ഹാലിറിനെ ഉണ്ടാക്കുന്നത്. ഇനി 7ാമത്തെ ആക്ടിവിറ്റി നുഅരിബു, അറബിയാക്കി കൊടുക്കാനാണ്. ഞാൻ 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. ഞാൻ 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. അതെങ്ങനെ അറബിയാക്കാം? അനദാരിസുൻ ഫിസ്സൊഫി സാദിസ്. അനദാരിസുൻ ഫിസ്സൊഫി സാദിസി. 2. ഞാൻ നാളെ സ്കൂളിലേക്ക് പോകും. ഞാൻ നാളെ സ്കൂളിലേക്ക് പോകും. എങ്ങനെ അത് അറബിയാക്കാം? അദ്ഹബു ഇലൽ മദ്രസത്തി ഗദൻ. അദ്ഹബു ഇലൽ മദ്രസത്തി ഗദാ. 3ാമത്തത്, നിങ്ങൾ 2 പേരും പാഠം വായിച്ചില്ല. നിങ്ങൾ 2 പേരും പാഠം വായിച്ചില്ല. അതെങ്ങനെ അറബിയാക്കാം? മാ ഖറഅതുമാ അദ്ദർസ. മാ ഖറഅതുമാ അദ്ദർസ. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.